നമ്മൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻസിലൊക്കെ ഒരു ഫ്രോഡുലൻസ് ആക്ടിവിറ്റി കാണിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു വിദേശ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഡോക്യുമെൻസിലൊക്കെ ഒരു ഫ്രോഡുലൻസ് കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ അഡ്മിഷന് വേണ്ടി ഫ്രോഡുലൻസ് കാണിച്ചാൽ അത് പിടിക്കത്തില്ല എന്നാണ് പലരും വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നിരിക്കുകയാണ്. കാനഡയിലെ തന്നെ ഹൗസ് ഓഫ് കോമൺസ്, അതായത് നാട്ടിലെ നമ്മുടെ ലോകസഭ എന്ന് പറയുന്ന പോലത്തെ ആ സഭയിൽ ഒരു ചോദ്യം വന്നിരിക്കുകയാണ്. അതും ചോദിച്ചേക്കുന്നത് ആൽബർട്ടയിലെ തന്നെ ഒരു MP ആയിട്ടുള്ള മിഷേലാണ്. ആ മാഡം IRCCയോടാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഏത് രാജ്യത്തെ ഡോക്യുമെൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫ്രോഡുലൻസ് കാണിച്ചതെന്നുള്ളത്. അതിന് ഉത്തരമായിട്ട് IRCC വ്യക്തമായിട്ട് പറയുന്നത് അത് മറ്റൊരു രാജ്യമല്ല, അത് ഇന്ത്യ ആണ് എന്നാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാവുന്നതാണ്, കാനഡയിലെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിക്കാനായിട്ട് കാനഡയിലേക്ക് അയച്ചത് ഇന്ത്യയിൽ നിന്നാണ് എന്ന്. അങ്ങനെയുള്ള ഇന്ത്യയിൽ തന്നെ പല വിദ്യാർത്ഥികളും ചിലർപ്പം അവർക്കൊന്നും ഒരു കാനഡയിലെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ലഭിക്കാനുള്ളൊരു അടിസ്ഥാനമായിട്ടുള്ള യോഗ്യതയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻസി ഒന്നും ഇല്ലാത്ത ആൾക്കാരെയും ഒക്കെ നാട്ടിലുള്ള പല ഏജൻസികളും, ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള പല ഏജൻസികളും പലതരം ഫ്രോഡുലൻസ് അവരുടെ ഡോക്യുമെൻസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും കാനഡയിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്തു വന്നത്. പല ആൾക്കാരും ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റേ അല്ല കാനഡയിൽ ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നതിന് ശേഷം അവർ പഠിക്കുന്നത് പോലും. ഉദാഹരണം പറയുകയാണെങ്കിൽ നാട്ടിലൊരു ആർട്സൊക്കെ പഠിച്ച ഒരാൾ ഇവിടെ വന്നിട്ട് സയൻസ് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഉള്ള പല ഫേക്കായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പല ആൾക്കാരും കാനഡയിലൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തത്. അവരുടെ എല്ലാ ഉദ്ദേശം ചിലപ്പോൾ PR മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും കാനഡയിലെ IRCC ഇത് വ്യക്തമായിട്ടൊരു സ്റ്റഡി നടത്തുകയും അതിനുശേഷം ആൽബർട്ടയിലെ ഒരു MP ആയിട്ടുള്ള മാഡം മിഷേൽ മാഡം ഡയറക്റ്റ് IRCCയോട് ചോദിച്ചപ്പോൾ IRCC ഉത്തരം മുട്ടുകയാണ് ചെയ്തത്. ആദ്യം തന്നെ അവരോട് ചോദിച്ചത് ഏത് രാജ്യമാണ് ഫ്രോഡുലൻസ് ആക്ടിവിറ്റിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്നുള്ള. അതിന് അവരൊരു സംശയം കൂടാതെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, അത് ഇന്ത്യയിലെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത ഇന്ത്യയിലെ ഏജൻസികളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫ്രോഡുലൻസ് ആക്ടിവിറ്റി കാണിച്ചതെന്നാണ്. What specific countries has IRCC identified frauds from? Is there a predominant country? Thank you for the question. So with regards to fraud, we, and it depends on the different streams. So the one I can speak to where we did a... Just want to know a country. I don't have a lot of time. India is one of the top countries where we... ഇതുകൂടാതെ തന്നെ കാനഡയിലൊക്കെ ഒരു സ്റ്റുഡൻറ്റ് വിസയിലായിട്ട് വന്നിട്ടുള്ള ഇതിൽ തന്നെ ഏകദേശം 8% കുട്ടികൾ അവർ കാനഡയിൽ വന്നതിന് ശേഷം ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാതെ തന്നെ മുങ്ങുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് കാണാനായിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അങ്ങനെ അന്ന് മുങ്ങി നടക്കുന്ന ആ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കാനായിട്ട് ഒരു കേസ് ഫയൽ അവർ CBSA ഓഫീസേഴ്സിന് കൈമാറി എന്നുകൂടെ അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. CBSA ഓഫീസേഴ്സ് എന്ന് വെച്ചാൽ കാനഡയിലെ തന്നെ കസ്റ്റംസ് ആൻഡ് ബോർഡർ സെക്യൂരിറ്റി ഏജൻസിയാണ്. അവർ ഇത്ര ആൾക്കാർ ചിലപ്പം ബോർഡർ കടന്ന് US വല്ല മൈഗ്രേറ്റ് ചെയ്ത് ഇല്ലീഗലായിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ആ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ളവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ആ ഏജൻസികൾക്ക് അവർ കൈമാറിയേക്കുന്നത്. CBSA ഓഫീസേഴ്സിന് ആ ഡീറ്റെയിൽസൊക്കെ കിട്ടിയ മുറയ്ക്ക് അവരൊരു ഇൻലൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കാനഡയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ അഡ്മിഷൻ കൊടുത്തിട്ടുള്ള കൊനസ്റ്റോ കോളേജിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ജോൺ ടിബിറ്റ്സിനോട് ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിനോട് വളരെയധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചോദിക്കാനായിട്ട്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് പറയുന്നത് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ആ സ്ട്രെങ്തിനേക്കാളും എത്രയോ ഇരട്ടി, 4 or 8 ഇരട്ടി കുട്ടികളെയാണ് ആ കോളേജിൽ അഡ്മിഷൻ എടുത്തത്. അത് കാരണം തന്നെ ആ കോളേജിലെ കുട്ടികളാണ് വളരെയധികം ചൂഷണത്തിന് ഇരയായത്. പ്രത്യേകിച്ച് തന്നെ അവിടെ ആ ഏരിയയിൽ, കൊനസ്റ്റോ കോളേജിൽ നിൽക്കുന്ന ആ ഏരിയയിൽ ഒരു വീട് പോലും അവർക്ക് താമസിക്കാൻ ഇല്ല. മാത്രമല്ല വാടകയ്ക്ക് കിട്ടുന്ന വീടുകളെല്ലാം വലിയ റെൻറ്റുകളായിരുന്നു അവിടെ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്, പല ആൾക്കാരും അവിടെ ഒരു വീട് പോലും കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു ടെൻറ്റിലൊക്കെ അവിടെ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ആ കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്തത് കാരണം ഇത്രയധികം കുട്ടികൾ ആ ഏരിയയിൽ തന്നെ ഉള്ളത് കാരണം ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടാനില്ലാത്തതുകൊണ്ട് പല ആൾക്കാരും ഫുഡ് ബാങ്കിനെയൊക്കെ ആശ്രയിച്ചിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡൊക്കെ കൊണ്ടാണ് അവർ ജീവിച്ചത് പോലും.
കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കാനഡയിലൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് അഡ്മിഷൻ എടുത്തതിനകത്ത് പല ആൾക്കാരും ഫ്രോഡായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തതുകൊണ്ട് വീട്ടിലൊക്കെ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർ പോലും ഇഷ്ടംപോലെ സാമ്പത്തികമുണ്ട്, വീട്ടിലൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, ആ കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള അത്രയും കാശൊക്കെ വീട്ടിലുണ്ട് എന്നൊക്കെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കാനഡയിൽ വന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ പല കുട്ടികൾക്കും വീട്ടിലൊന്നും അത്ര സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളാണ്. വെറും ഒരു സെമസ്റ്ററിൻ്റെ ഫീസൊക്കെ കോളേജിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ബാക്കി എമൗണ്ടൊക്കെ ലോണൊക്കെ ഇട്ടിട്ടാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള കുട്ടികളൊക്കെ ഇവിടെ വരികയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയതിന് ശേഷം പാർട്ട് ടൈം പോലും ജോലി കിട്ടാത്തത് കാരണം അവർക്കൊന്നും ഫുഡ് മേടിക്കാൻ പോലും കാശ് തികയാത്തത് കൊണ്ടാണ് ഈ ഫുഡ് ബാങ്കിനെയൊക്കെ ആശ്രയിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നത്. കാനഡയിൽ തന്നെ ഫുഡ് ബാങ്ക് എന്ന് പറയുന്നത് പട്ടിണി അടക്കുന്ന ഒരു ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഫുഡ് ബാങ്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫുഡ് ബാങ്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, അതായത് കാശ് മുടക്കി കാനഡയിലേക്ക് പഠിക്കാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഫുഡ് ബാങ്കിനെ ആശ്രയിക്കുമ്പോൾ ശരിക്കും ആ ഫുഡ് ബാങ്കിലൊക്കെ ഫുഡ് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാതെ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ പലതരമുള്ള ചൂഷണങ്ങളാണ് പ്രത്യേകിച്ച് കൊനസ്റ്റോഗ കോളേജ് സംബന്ധമായിട്ട് ഉണ്ടായത് എന്ന് ആൽബർട്ടയിലെ MP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനോടൊക്കെ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് കൊനസ്റ്റോഗ കോളേജിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ജോൺ ടിബിറ്റ്സിനോട് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാവാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇതിനൊക്കെ ഉത്തരങ്ങൾ കൊടുക്കാതെ തന്നെ താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ അഡ്മിഷൻ കൊടുത്ത് ശരിയാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഈ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്തിട്ടുള്ള വളരെയധികം കുട്ടികളാണ് അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം ആ കോളേജിൽ പഠിക്കുകയൊന്നും ചെയ്യാതെ വേറെ മിസ്സിങ് ആയിട്ടുള്ളത്. അതായത് ചിലപ്പോൾ US ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ കാനഡയിൽ തന്നെ ഇല്ലീഗലായിട്ട് നിൽപ്പുണ്ടാവും. എനിവേ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും IRCCക്കോ അല്ലെങ്കിൽ കോളേജിനൊന്നും അറിയത്തില്ല എന്നാണ് കൊനസ്റ്റോഗയുടെ കോളേജിൻ്റെ പ്രസിഡൻറ്റും CEO ആയിട്ടുള്ള ജോൺ ടിബിറ്റ്സ് പറയുന്നത്. കാനഡയിൽ തന്നെയുള്ള കൊനസ്റ്റോഗ കോളേജാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിയത് എന്നും ആൽബർട്ട MP സൂചിപ്പിക്കുകയുണ്ടായി. ഇതുപോലത്തെ എമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള ഏത് വാർത്ത വന്നാലും അത് ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻസ് വീഡിയോ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.